നമ്മുടെ എല്ലാം കുട്ടിക്കാലത്തെ പുസ്തകത്താളുകളിൽ ഒരു തൈയെങ്കിലും തന്ന ഇലമുളച്ചിയെ ഓർമ്മയില്ലേ? വെറുമൊരു ചെടിയായി നമ്മൾ കണ്ട ഇലമുളച്ചി സത്യത്തിൽ പ്രകൃതി നമുക്ക് നൽകിയ ഒരു വലിയ വൈദ്യനാണ്. ശാസ്ത്രലോകം പോലും അമ്പരക്കുന്ന ഈ സസ്യത്തിന്റെ ഔഷധരഹസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. ശാസ്ത്രീയമായി ബ്രയോഫില്ലം പിന്നാറ്റം എന്ന് വിളിക്കുന്ന ഈ ചെടിയെ ആയുർവേദത്തിൽ പർണബീജ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അതായത് ഇല തന്നെ വിത്താകുന്ന സസ്യം. ഇതിന്റെ മാംസലമായ ഇലകളും തണ്ടുകളും കാണാൻ മാത്രമല്ല, ഒട്ടേറെ ഔഷധഗുണങ്ങളാലും സമ്പന്നമാണ്. ഇലമുളച്ചിയുടെ ഏറ്റവും വലിയ ഗുണം മൂത്രത്തിലെ കല്ല് അലിയിക്കാനുള്ള ശേഷിയാണ്. വൃക്കയിലെ കല്ല് അഥവാ കിഡ്നി സ്റ്റോൺ കാരണം കഠിനമായ വേദന അനുഭവിക്കുന്നവർക്ക് ഇതൊരു അനുഗ്രഹമാണ്. 10 മുതൽ 20 മില്ലി വരെ ഇലനീര് രാവിലെ വെറും വയറ്റിൽ കഴിക്കുന്നത് കല്ലുകൾ അലിഞ്ഞുപോകാൻ സഹായിക്കുമെന്ന് അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്നു. ഇത് കിഡ്നി സ്റ്റോണിന് മാത്രമല്ല, മൂലക്കുരു അഥവാ പൈൽസ് കാരണം ബുദ്ധിമുട്ടുന്നവർക്ക് ഇലമുളച്ചി ഒരു മികച്ച ഔഷധമാണ്. പ്രത്യേകിച്ച് മൂലക്കുരു മൂലമുണ്ടാകുന്ന അമിതമായ രക്തസ്രാവം അഥവാ ബ്ലീഡിംഗ് പൈൽസ് നിയന്ത്രിക്കാൻ ഈ സസ്യത്തിന് പ്രത്യേക കഴിവുണ്ട്. ഇലമുളച്ചി പ്രധാന ചേരുവയായി വിപണിയിൽ ലഭ്യമായ ആയുർവേദ ഔഷധങ്ങൾ ഇന്നുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് യു4 ടാബ്ലറ്റ്സ്. പൈൽസ്, ഫിഷർ തുടങ്ങിയ ബുദ്ധിമുട്ടുള്ള രോഗങ്ങളുടെ ചികിത്സയിൽ ഇത് വളരെ ഫലപ്രദമായി ഉപയോഗിച്ചുവരുന്നു. മാത്രമല്ല, ആർത്തവ സമയത്തുണ്ടാകുന്ന അമിത രക്തസ്രാവം, കഠിനമായ വേദന എന്നിവയ്ക്ക് ഇലനീർ ഉത്തമമാണ്. ഇലയിട്ട് തിളപ്പിച്ച വെള്ളം പതിവായി കുടിക്കുന്നത് സ്ത്രീകൾക്കുണ്ടാകുന്ന വെള്ളപ്പോക്കിന് ശമനമുണ്ടാക്കും. ബാഹ്യമായ ഉപയോഗത്തിനും ഇത് കേമനാണ്. അരിമ്പാറ മാറ്റാൻ ഉപ്പും ഇലമുളച്ചിയും ചേർത്ത് പുരട്ടാം. വിട്ടുമാറാത്ത തലവേദനയോ മൈഗ്രെയിനോ ഉണ്ടെങ്കിൽ ഇതിന്റെ ഇല അരച്ച് നെറ്റിയിൽ പുരട്ടി നോക്കൂ. മാറ്റം നിങ്ങളെ അത്ഭുതപ്പെടുത്തും. കൂടാതെ ചെവിവേദനയ്ക്കും സന്ധിവേദനയ്ക്കും ഇലമുളച്ചി പണ്ടുകാലം മുതലേ ഉപയോഗിച്ചുവരുന്നു. മുറിവുകൾ വേഗത്തിൽ ഉണങ്ങാനും അണുബാധ തടയാനും ഇല അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. വീടിന്റെ മുൻഭാഗത്ത് ഇലമുളച്ചി കെട്ടിത്തൂക്കിയിട്ടാൽ കൊതുകുകൾ വീടിനുള്ളിലേക്ക് കടക്കില്ല എന്നൊരു വിശ്വാസം പണ്ട് നിലനിന്നിരുന്നു. കുട്ടിക്കാലത്ത് നാം സ്ലേറ്റിലെ എഴുത്തുകൾ മായ്ച്ചുകളയാൻ മഷിത്തണ്ടിനും അണ്ണാൻ പീച്ചിക്കുമൊപ്പം ഉപയോഗിച്ചിരുന്ന ഇലമുളച്ചിയുടെ ഗുണങ്ങൾ ഈ ചെറിയ വീഡിയോയിൽ പറഞ്ഞാൽ തീരുന്നതല്ല. നമ്മുടെ പൂർവികർ വിവിധ രോഗങ്ങൾക്കും ആരോഗ്യപ്രശ്നങ്ങൾക്കും ഇതിനെ ഏതൊക്കെ രീതിയിൽ ഔഷധമായി ഉപയോഗിച്ചിരുന്നു എന്നതിനെക്കുറിച്ച് വളരെ വിശദമായ ഒരു ലേഖനം ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ ബ്ലോഗിന്റെ ലിങ്ക് താഴെ ആദ്യ കമന്റിൽ നൽകിയിട്ടുണ്ട്.